മിശിഹായിൽ പ്രിയ സഹോദരരെ, എല്ലാവർക്കും ആദ്യം തന്നെ ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഇന്ന് തിരുസഭാ മാതാവ് നമ്മൾക്ക് ധ്യാന വിഷയമായി തന്നിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. അതിൽ 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തായിരുന്നു ആ സദ്വാർത്ത? അത് ഈശോയുടെ ജനനമായിരുന്നു. നമ്മുടെയൊക്കെ വീടുകളിൽ പുൽക്കൂടുകൾ ഒരുക്കി കാണുമെന്നും ആ പുൽക്കൂടുകളിൽ ഉണ്ണീശോ പിറന്നു കാണുമെന്നും എനിക്കറിയാം. എന്നാൽ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ണീശോ പിറന്നോ? നമുക്ക് ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ണീശോ പിറക്കാനായി നാം എന്തു ചെയ്യണം? അതിനുള്ള ഉത്തരമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു: 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അതായത് മക്കളും മാതാപിതാക്കളും ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, സന്തോഷിക്കുമ്പോൾ, ബന്ധുജനങ്ങളുമായി ചേർന്ന് ഈശോയുടെ നാമത്തിൽ ക്രിസ്തുമസിൻ്റെ സന്ദേശം പങ്കിടുമ്പോൾ ഉണ്ണീശോ നമ്മുടെ ഭവനത്തിലും ഹൃദയത്തിലും വന്ന് പിറക്കും. അതിനാൽ ഇന്ന് നമുക്കോരോരുത്തർക്കും അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി അവിടത്തേക്ക് പിറക്കാൻ നമ്മുടെ ഭവനങ്ങളെയും ഹൃദയങ്ങളെയും ഒരുക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആമേൻ.